മഴക്കാല മാസം തുടങ്ങിയിരുന്നു. അതേ സ്ഥലത്തെ മീര റോഡിൽ രാധേ സാരി എന്ന് പറയുന്ന ഫേമസ് കടയുണ്ടായിരുന്നു. പല നിറത്തിലുള്ള സാരികൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ബഹളമായിരുന്നു. ആ കടയിലെ മുതലാളി രാധേശ്യാം, അദ്ദേഹം നല്ലൊരു മനുഷ്യനും സത്യസന്ധനുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കടയിൽ ഒരു പാവപ്പെട്ട നല്ല സ്വഭാവമുള്ള പൂജ അനാഥയാണ്. ചെറുപ്പം തൊട്ടേ ചിറ്റമ്മയും ചിറ്റപ്പന്റെ കൂടെയായിരുന്നു. ചിറ്റമ്മയ്ക്ക് അവളെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പഠിക്കാനായി കാശില്ലാത്തതുകൊണ്ട് തന്നെ അവൾ പഠിത്തം നിർത്തി ജോലിക്ക് കയറി. എന്നത്തേം പോലെ രാവിലത്തെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ ജോലിക്ക് പോകും. ഒരു ദിവസം രാവിലെ 10 മണിക്ക് കട തുറന്നു. പുറത്തൊരു ബോർഡിൽ എഴുതിയിരുന്നു, കല്യാണ സാരികൾക്ക് നല്ല വില കുറവെന്ന്. കല്യാണത്തിന്റെ മാസമായിരുന്നു അത്. പൂജ നല്ല സാരികൾ ഒതുക്കുകയായിരുന്നു. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി സംഗീത അവിടെ വരും. അതെ പൂജ, ഈ കടയിലെ ഭംഗി കൂട്ടുകയാണോ? സംഗീത, ഞാനിത് എന്നും ചെയ്യാറുണ്ട്. ജോലിയാണ്, ഭംഗി കൂട്ടുന്നതല്ല. ജോലിയൊക്കെ തന്നെ, പക്ഷെ നിന്നെ കണ്ട ഒരു കല്യാണ പെണ്ണായി തോന്നും. എന്റെ കൂട്ടുകാരിക്ക് എന്ത് ഭംഗിയാണ്. ഒന്ന് പോയിക്കേ, എന്റെ തലയെഴുത്തില് കല്യാണ പെണ്ണാകാന്നൊന്നുമില്ല. ഈ പാവപ്പെട്ടവളെ ആര് കല്യാണം കഴിക്കാനാ? എന്റെ പാവപ്പെട്ടവർക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ലേ? അതൊക്കെ വിട്. ഈ രാവിലെ തന്നെ നീ ഇവിടെ എന്താ വന്നത്? അതെ, അമ്മ വീട്ടില് പായസം ഉണ്ടാക്കി. ഞാൻ കോളേജിൽ പോവല്ലേ, അപ്പൊ അമ്മ പറഞ്ഞു പൂജയ്ക്കും കൂടെ കൊടുക്കാൻ. ആ, ആന്റി പായസം ഉണ്ടാക്കിയോ? അത് പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആന്റിക്ക് പണ്ടേ എന്നെ ഭയങ്കര ഇഷ്ടാ. സംഗീത എന്തേലും പറയുന്നതിന് മുമ്പ് തന്നെ കടയിൽ തിരക്കായി. ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാട്ടോ. എന്നത്തേം പോലെ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയവൾ കസ്റ്റമേഴ്സിന് സാരി കാണിക്കാൻ തുടങ്ങി. അവൾക്കിടയ്ക്ക് സമയം കിട്ടിയപ്പോ അവൾ ആ പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങി. കാരണം അവൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു. അവളുടെ ചിറ്റമ്മ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കും അവളെ കൊണ്ട്. പക്ഷെ ഭക്ഷണം 2 നേരത്തെ കൊടുക്കുകയുള്ളൂ. ഉച്ചയായപ്പോൾ ഒരു കുടുംബം അവിടെ വന്നു. അതിലൊരു വയസ്സായ സ്ത്രീ ശകുന്തള ഉണ്ടായിരുന്നു. മകൻ അമിതും മകൾ നന്ദിനിയും ഉണ്ടായിരുന്നു. നന്ദിനിയുടെ വിവാഹത്തിന് വേണ്ടി വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതാണ്. മോളെ, എന്റെ മകൾക്ക് വേണ്ടി ബനാറസിയും പിന്നെ സിൽക്ക് ടൈപ്പ് സാരി കാണിച്ചേ. ആ, ഉറപ്പായിട്ടും. ഇരിക്കും, ഞാൻ സാരി കാണിക്കാം. അങ്ങനെ പൂജ അടിപൊളി സാരികൾ അവിടെ കാണിക്കാൻ തുടങ്ങി. പല നിറത്തിലുള്ള പല ഡിസൈനിലുമുള്ള സാരികൾ കാണിക്കാൻ തുടങ്ങി. അമ്മ, ഇതിന് നല്ല ഭംഗിയുണ്ട്. അതെ, എനിക്കും ഇഷ്ടമായി. അതെ, ഇത് ബനാറസിയാണ്. ഇത് കല്യാണത്തിന് പെർഫെക്റ്റ് ആയിരിക്കും. അമിത് ഒരു കോളിലായിരുന്നു. അപ്പോഴാണ് അവൻ അവളെ നോക്കുന്നത്. അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. പൂജ എന്ത് ഭംഗിയായിട്ടാണ് ഓരോ സാരിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്. പൂജയുടെ സത്യസന്ധ സ്വഭാവം അവളുടെ മുഖത്ത് തന്നെ കാണാമായിരുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ടേയിരുന്നു. അമിത്, നീ പറ, എങ്ങനെയുണ്ട് കാണാൻ? കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ സാരി നീ ഒരു തവണ പോലും ഒന്നും നോക്കിയില്ലല്ലോ. അമ്മ, ഞാൻ ഈ പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, നല്ല രസമുണ്ട്. കണ്ടിട്ട് നല്ല കുടുംബത്തിലെയാന്ന് തോന്നുന്നു. കുഴപ്പമില്ല അല്ലേ? കുറെ നേരം സാരികൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ശകുന്തല ആ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. ഓളെ, നിന്റെ പേരെന്താണ്? എത്ര നാളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നേ? അതെ, എന്റെ പേര് പൂജ. 3 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നേ. ഓ, അങ്ങനെയാണോ? അല്ല, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചിറ്റമ്മയും ചിറ്റപ്പനും മാത്രം. ഇത് പറഞ്ഞപ്പോഴേക്കും പൂജയുടെ മുഖം വാടി. എന്തു പറ്റി മോളെ? അത് ആന്റി, അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ്. അവര് എന്നെ സ്വന്തം മോളായിട്ട് കരുതിയിട്ടില്ല. ശകുന്തളയ്ക്ക് പൂജ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യമായി. ഇത്രയും പാവം പിടിച്ച കുട്ടി നമ്മുടെ വീട്ടിലെ മരുമകളായാൽ നല്ലതായിരിക്കും. ഇത് കഴിഞ്ഞ് കുറെ സാരികൾ അവര് മേടിച്ചു. എല്ലാം പൂജ പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പോകുന്ന സമയത്ത് അമിത് അവളോട് പറഞ്ഞു. അതെ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, പറയൂ. നിങ്ങൾ ഇത്രയും സുന്ദരിയായിട്ടും നിങ്ങളുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞില്ല? എന്റെ കല്യാണമോ? എന്നെ ആര് വിവാഹം ചെയ്യാനാ? എന്റെ പൈസയില്ല, സ്വന്തക്കാരുമില്ല. അമിത് അവള് പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടിയില്ല. അവന് വല്ലാണ്ട് പൂജയെ ബോധിച്ചിരുന്നു. പോകുന്ന സമയത്ത് അമിത് അവൾക്ക് നമ്പർ കൊടുത്തു. അമിത് വീട്ടിൽ വന്നിട്ടും പൂജയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ കാര്യം അമ്മയ്ക്കും അനീതിക്കും ശരിക്കും മനസ്സിലായി. കുറച്ചു ദിവസത്തിന് ശേഷം അമിത്തിന്റെ അനീതിയുടെ വിവാഹം കഴിയും. അനീതി പോയതോടെ ആ വീട് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശകുന്തള അമിത്തിന്റെ വിവാഹത്തിന്റെ കാര്യം ആലോചിച്ചു. അതിനുവേണ്ടി രണ്ടുപേരും കൂടെ രാധേശ്യാമിന്റെ കടയിലെത്തും. രാധേശ്യാംജി, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം. ആ ചേച്ചി, പറയേ. നിങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന പൂജേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾ എന്റെ മരുമോളാവണമെന്നാ എന്റെ ആഗ്രഹം. ഇത് കേട്ട് രാധേശ്യാം ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് പുള്ളിക്ക് സന്തോഷമായി. ആഹാ, അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ.
അത് പിന്നെ പൂജയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നടക്കത്തുള്ളൂ. അങ്ങനെ പൂജയെ വിളിപ്പിച്ചു. മോളെ, ശകുന്തളക്ക് നിന്നെ മരുമകളാക്കാൻ ആഗ്രഹം. നിനക്ക് സമ്മതമാണോ? എന്ത്? ഞാനോ? പക്ഷേ അതെ മോളെ, എന്റെ മോൻ അമിത്തിന് നിന്നെ ഇഷ്ടമാ. നിനക്ക് എന്റെ വീട്ടില് ബഹുമാനം കിട്ടും. നിന്നെ പോലത്തെ ഒരു കുട്ടിയെ തപ്പി നടക്കുകയായിരുന്നു. പറ, നീ എന്റെ വീട്ടിലെ മരുമകളാകുമോ? ഇത് കേട്ട് പൂജയുടെ കണ്ണു നിറഞ്ഞുപോയി. അവളുടെ ജീവിതത്തിൽ ഇത്രയും നാളും വെറുപ്പ് മാത്രമായിരുന്നു. ഇപ്പോഴാണ് അവൾക്ക് ബഹുമാനവും സ്നേഹവും കിട്ടുന്നത്. അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ചിറ്റപ്പനോട് ചിറ്റമ്മയോട് ഈ കാര്യം ഒന്ന് പറയാമോ? അമ്മ, പൂജയുടെ ആഗ്രഹം ഇതാണെങ്കിൽ നമുക്ക് അവളുടെ വീട്ടിൽ പോകാം. അടുത്ത ദിവസം ഈ കാര്യം പറയാൻ അവളുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോഴേക്കും അവളുടെ ചിറ്റപ്പനും ചിറ്റമ്മയും ഈ കല്യാണത്തിന് സമ്മതം കൊടുത്തില്ല. അയ്യോ വേണ്ടേ, ഇതുപോലത്തെ വലിയ വീട്ടിലൊന്നും എന്റെ മോളെ കെട്ടിക്കണ്ട. നാളെ വന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ നിർത്തി തരാനാ? അതെ, ഞങ്ങൾക്ക് ഒന്നുമേ വേണ്ട. ഞങ്ങൾക്കിത് വേണ്ട. അല്ലെങ്കിൽ ഇവൾ അനാഥയാണ്. നാളെ ഇനി നിങ്ങൾക്ക് ഇവളെ വേണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ തിരികെ ഇവിടെ തന്നെ കൊണ്ടുവിടില്ലേ? പിന്നെ ഇവളെ ആര് കെട്ടാനാ? നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. ഇനി മേല ഇവളുടെ പുറകെ നടക്കാനായിട്ട് നോക്കണ്ട. അവരെല്ലാവരും അവിടെ നിന്ന് പോകും. പൂജയ്ക്ക് നടന്ന സംഭവത്തിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷെ അമിത്തിന് അവളെ മറക്കാൻ പറ്റുന്നില്ല. എന്തിനാ അമിത് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത്? എന്നെ മറന്നേക്ക്. എന്റെ ചിറ്റപ്പനും ചിറ്റമ്മയും നമ്മളെ ഒരുമിച്ച് കണ്ടാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്നത് എന്നേക്കുമായി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. പറയൂ, നീ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഞാൻ നിന്നെ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാനും തയ്യാറാണ്. പൂജ സമ്മതം മൂളും. അപ്പോഴേക്കും ശകുന്തളയ്ക്ക് വിഷമം വന്നിട്ട് പറയും, എനിക്കൊരൊറ്റ മോനാണ് അമിത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവന്റെ കല്യാണം വലിയ ആഘോഷത്തോടെ നടത്തണമെന്ന്. അതിനിപ്പോ ആഗ്രഹം മാത്രമായി. ഇത് കേട്ട് രാധേശ്യാം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല, പെണ്ണ് കണ്ടത് ഇവിടെ വെച്ച് തന്നെയല്ലേ? എന്നാ പിന്നെ കല്യാണം ഇവിടെ തന്നെ ആവട്ടെ. പൂജ ഈ കടയെ സ്വന്തം വീട് പോലെയാണ് കാണുന്നത്. ഇതാണ് അവളുടെ സ്വന്തം വീട്. എല്ലാരും ചിരിച്ചു. പക്ഷെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാരും തീരുമാനിച്ചു സാധാരണ രീതിയിൽ സാരിക്കടയിൽ തന്നെ പൂജയുടെ വിവാഹം നടത്താമെന്ന്. അങ്ങനെ സാരിക്കട നല്ല രീതിയിൽ തന്നെ വലിയ ആർഭാടത്തോടെ ഒരുക്കി. അന്ന് നന്ദിനിയെ കാണിച്ച ചുമന്ന സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി പൂജ മണ്ഡപത്തിലിരിക്കുകയായിരുന്നു. പൂജാരി കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ചു. മംഗളകരമായി അവരുടെ വിവാഹം കഴിഞ്ഞു. രാധേശ്യാം അഭിമാനത്തോടെ പറഞ്ഞു, എനിക്കിപ്പോ സന്തോഷമായി. ഈ കടയിൽ തുണിക്കച്ചവടം മാത്രമല്ല, ഒരു മംഗളകർമ്മം കൂടി നടന്നല്ലോ. ഈ കട എന്റെ ജീവിതം മാറ്റിമറിച്ചു. ഇതാണ് എന്റെ ശരിക്കുമുള്ള വീട്. സാരിക്കട സാരി വിൽക്കുന്ന കട മാത്രമല്ല, അവിടെ ഒരുപാട് പുതിയ ബന്ധങ്ങൾ പൂവണിഞ്ഞ സ്ഥലവും കൂടെയായി. പൂജയുടെ ജീവിതത്തിൽ എപ്പോഴും വെറുപ്പും ആക്ഷേപവും മാത്രമായിരുന്നു. ഇപ്പോൾ അവൾ നല്ല ഭാര്യയായി നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ സോണിയയുടെ കല്യാണമാണ്. അത് ആലോചിച്ച് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നോക്കുന്നേ? ചേച്ചിയൊക്കെ എന്ത് എളുപ്പത്തിലാ ഇതെല്ലാം നോക്കുന്നേ? സോണിയ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവുന്നേ. ഇതൊക്കെ ശരിയാകുന്നേ. ഞാനാണെങ്കിൽ എളുപ്പത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ. കാരണം നിങ്ങളൊക്കെ നല്ലവരല്ലേ. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നല്ലവരാണ്. പിന്നെ നിന്റെ ആലോക്ജിയുടെ നേച്ചറും നല്ലതാണ്. നീയും അവരുടെയൊക്കെ മനസ്സിൽ നല്ലൊരിടം നേടുകയും ചെയ്യും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ തങ്കക്കുടമേ, എന്ത് പെട്ടെന്നാ നീ വലുതായേ. ഇന്നലെ നടന്ന പോലെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടി നടന്ന കൊച്ച. ചിലപ്പോ ഇവിടെ ഒളിച്ചിരിക്കും, ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കും. എന്റെ മോൾ ഇത്രയും വലുതായത് എനിക്ക് അറിയാൻ പോലും പറ്റിയില്ല. നാളെ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാ. അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വന്നാ എനിക്കും കരയാൻ വരും. എന്റെ പൊന്നു മോളെ, ഇത് ആനന്ദ കണ്ണീരാ. ഞാൻ കരയുന്നില്ല. നോക്ക്, ഞാൻ കരയുന്നില്ല. എന്റെ പൊന്നനിയത്തി, ഒന്ന് പോയി ഉറങ്ങ. നീ ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പൂജാരി വരും. നാളെ രാവിലത്തെ പൂജയൊക്കെ നടത്താനുള്ളതല്ലേ? അതെ സോണിയ, ചേട്ടത്തിയുടെ കൂടെ ഉറങ്ങിക്കോ. ശരി അമ്മ, ഞാൻ ചേട്ടത്തിയുടെ കൂടെ കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ സോണിയ അടിപൊളിയായി കല്യാണം നടത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. സോണിയ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ സോണിയയുടെ അമ്മായിയമ്മയ്ക്കും അനിയത്തേക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അനിയത്തി വന്ന് വാതിൽ കൊട്ടാൻ തുടങ്ങും. സോണിയ ചേട്ടത്തി,
പെട്ടെന്ന് എണീക്ക്, രാവിലെയായി, അമ്മ വിളിക്കുന്നു പൂജയ്ക്ക്. ഇപ്പൊ രാവിലെ 5 മണി ആയതല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്നോ? നിക്ക്, ഞാൻ മേഘയോട് പറയാം. ഇല്ല വിട്ടേരെ ആലോക്, ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാ അത് വേണ്ട, ഞാൻ എണീറ്റോളാം. സോണിയ വാതിൽ തുറക്കും. മേഘ, ഞാൻ കുളിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാട്ടോ. പെട്ടെന്നാവട്ടെ, അമ്മയ്ക്ക് വൈകി വരുന്നത് ഇഷ്ടമല്ല. സോണിയ കുളിച്ചൊക്കെ വൃത്തിയായി പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പോയിരിക്കും. മോളെ, രാവിലെ 4 മണിക്ക് ഇനി എണീക്കണം. രാവിലെ 5 മണിക്ക് എനിക്ക് പൂജ നടത്തണം. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ, അതുകൊണ്ടാ മേഘയോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല മോളെ. ഇനി മുതൽ നീയും എന്റെ കൂടെ പൂജ ചെയ്യണം. അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ചേട്ടത്തി വന്നില്ലേ അമ്മ? ആ മോള് പോയി കിടന്നോ, നിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു. എന്റെ കുഞ്ഞ്, കോളേജിലും പോവണ്ടേ? ചെല്ല് പോയി നല്ലായിട്ട് ഉറങ്ങ്. ഞാൻ 8 മണിക്ക് നിന്നെ എണീപ്പിക്കാം. സോണിയ അമ്മയുടെ കൂടെ പൂജ ചെയ്യും. അമ്മായിയമ്മ രാവിലെ സമൂസ ഉണ്ടാക്കാൻ അവളോട് പറയും. സോണിയ നന്നായി പാചകം ചെയ്യും. അവൾ അമ്മയുടെ അടുത്തുനിന്നും ചേട്ടത്തിയുടെ അടുത്തുനിന്നും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മോളെ, സമൂസയില് ഭയങ്കര എരിവ് കൂടിപ്പോയി, എണ്ണയും കൂടിയിരിക്കണു. കർമുറാന്നിരിക്കുന്നില്ല. തീ കുറച്ചിട്ടാ മതി, കർമുറാന്ന് എടുക്കാൻ പറ്റും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ പതുക്കെ ഇവിടത്തെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ. അമ്മ, ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ കോളേജിൽ പോവാണേ. ശരി മോളെ, കറക്റ്റ് സമയത്ത് വരണേ. അമ്മ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരുമ്പോ ലേറ്റ് ആയി പോവും. ശരി. ഞാൻ മറന്നുപോയി, നീ ഫോൺ ചെയ്തേക്കണം കേട്ടോ. മേഘ കോളേജിലേക്ക് പോകും. സോനിയ പാത്രമൊക്കെ അടുക്കളയിൽ വെച്ച് റൂമിലേക്ക് പോകും. സോണി, എനിക്ക് മനസ്സിലായി സമൂസ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന്. നീ അതുണ്ടാക്കി ആരെയും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയും മേഘയും പതുക്കെ നിന്നോട് അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. അവരുടെ സ്വഭാവം അറിയില്ലേ? അത് കുഴപ്പമില്ല ആലോക്, ഞാനും പതുക്കെയല്ലേ എല്ലാവരുടെ സ്വഭാവം അറിഞ്ഞു വരുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പതുക്കെ ഞാൻ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എന്നെയും അവർക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ സോണിയ എത്രയും പരിശ്രമിച്ചിട്ടും ആ പരിശ്രമം അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല അവരുടെ മുമ്പിൽ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. അവൾ എപ്പോഴൊക്കെയോ ആലോകിന്റെ അടുത്ത് കറങ്ങുന്ന കാര്യം പറയും. അപ്പൊ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ഹണിമൂൺ തകർക്കും. സോനിയ അതൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ടും അവൾ എല്ലാവരെയും ബഹുമാനിക്കുകയും നന്നായി നോക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഒരു മരുമകളിലെ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതെല്ലാം സോണിയക്കുണ്ടായിരുന്നു. അവൾ നല്ല ഒരു മരുമകളാന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം സോണിയ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഇച്ചിരി സോണിയ ചിരിച്ചുപോയി. കോളേജിൽ നിന്നും വിട്ടുവന്ന മേഘ സോണിയ സംസാരിക്കുന്നതായിട്ട് കാണും. അപ്പൊ തന്നെ അവൾ ആ കാര്യം അമ്മോട് പോയി പറഞ്ഞു. അമ്മ, ഈ ചേട്ടത്തിക്ക് ഒരു നാണോ ഇല്ലെന്ന് തോന്നുന്നു. അയൽപക്കത്ത് താമസിക്കുന്ന രഘു ഇല്ലേ, അവനോട് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ രഘുവിന്റെ സ്വഭാവമൊക്കെ? ഈ സൊസൈറ്റിയുടെ ഏറ്റവും വൃത്തികെട്ടവനാണത്. എന്താ, രഘുവിനോട് സംസാരിക്കുന്നോള്? ഞാൻ അവളോട് ചോദിക്കട്ടെ പോയി. സോണിയ അപ്പോഴത്തേക്കും മേഘ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. സോണിയയുടെ ക്ഷമ അങ്ങ് അറ്റത്തിലെത്തി. എന്താ മരുമോളേത്, നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ ഈ ചെയ്യുന്നത്. അന്യപുരുഷന്റെ അടുത്ത് ചിരിച്ചും കളിച്ചാണോ സംസാരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്ത് നാണക്കേടാവൂന്ന് അറിയാവോ? ഇത്തിരിയൊക്കെ മനസ്സിലാക്ക്. നീ വീട്ടിലെ പുതിയ മരുമകളാ. മതി അമ്മ, നിർത്തത്. എന്നെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, അപ്പുറത്ത് താമസിക്കുന്ന രഘുവിനോട് ഇത്തിരി നേരം ഞാനൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്കറിയാമോ ഈ രഘു ആരാണെന്ന്? എന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചതാ എന്റെ കൂടെ. എന്റെ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയുടെ. പണ്ടത്തെ എന്തോ കാര്യം പറഞ്ഞാ ഞങ്ങൾ ചിരിച്ചത്. ഞാനെന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ ഇവിടെ താമസിക്കുന്നില്ല ഇനി. ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക. ആലോക് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. സോനിയ ദേഷ്യത്തിൽ അവളുടെ പേഴ്സ് എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് വരും. അമ്മായിയമ്മയ്ക്കും മേഘയ്ക്കും ടെൻഷനായി. ആലോക് വരുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച്. ഒരു കാരണമില്ലാതെ സോണിയ ഇറങ്ങിപ്പോയതിന് അവരിനി എന്തു പറയുമെന്ന്. അപ്പുറത്ത് സോണിയ അമ്മയോടും ചേച്ചിയോടും എല്ലാ വിഷമങ്ങളും പറയും. ചേച്ചിയെ പോലെ ഞാൻ ആ വീട്ടിൽ പോയി ഒരു സ്ഥാനം പിടിക്കാൻ നോക്കി. പക്ഷെ അവിടെ അമ്മയും മേഘയും എന്നെ നല്ല രീതിയിൽ അപമാനിച്ചു. എന്റെ ചരിത്രത്തിന് ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്ന്? ഇനി ഞാൻ തിരിച്ചു പോകണോ? സോണിയ, എന്റെ പൊന്നു മോളെ, കരയല്ലേ. ഞാൻ ആലോകിനോട് സംസാരിക്കാം. ഞാനും നിന്റെ ചേട്ടനും കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകാം. മോള് കറക്റ്റാ പറയുന്നത്. നമ്മള് നമ്മുടെ മോളെയല്ലേ കൊടുത്തത് എന്നും പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ മോളെ? ഞാൻ എന്റെ മോളെ നല്ല രീതിയിലല്ലേ വളർത്തിയേക്കുന്നേ. എന്നിട്ട് അവരെന്റെ മോളെ ഇതുപോലെ ആക്ഷേപിക്കുകയാണോ? സോണിയ, നീ ഇനി അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയെല്ലാം സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. അവിടെ ആലോകിനും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം തോന്നും. നിനക്കറിയാമല്ലോ മേഘ, രഘു സോണിയയുടെ ബാല്യകാല സുഹൃത്താണ്.
എന്തൊക്കെ തന്നെയായാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. എനിക്ക് സോണിയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് പറയണം. സോണി എന്റെ ഭാര്യയാണ്. ആ മര്യാദ കൊടുക്കണം. ഈ വീടിന്റെ മരുമകളാണ്. മേഘ, അവൾ നിന്റെ ഇടത്തിയാണ്. നീയല്ലേ അവൾക്ക് മര്യാദ കൊടുക്കേണ്ടത്. വിവാഹശേഷം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിനക്ക് ആ വീട്ടിൽ പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സോണിയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കൂ. അവളും നിങ്ങളിൽ നിന്ന് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവളോട് വേറൊരു രീതിയിലല്ലേ പെരുമാറുന്നത്? നീ ശരിയാ പറഞ്ഞത് മോനെ. അറിയാണ്ട് ഞങ്ങള് തെറ്റ് ചെയ്തു. സോറി ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിച്ചോളാം ചേച്ചിയോട്. വാ, നമുക്ക് പോയിട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാപ്പ് ചോദിക്കാം നമുക്ക്. മേഘയും അമ്മായിയമ്മയും കൂടെ അവളെ വിളിക്കാൻ പോകും. അവിടെ ചെന്ന് മാപ്പും ചോദിക്കും. എല്ലാരും പറഞ്ഞതുകൊണ്ട് സോണിയ ക്ഷമിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ തന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ പോകുകയും ചെയ്യും. Thanks for watching.